നോമ്പൊറിക്കുന്ന സമയമാണ്. ഇലക്ട്രോലൈറ്റ് വാട്ടറും പിന്നെ 2 ഡേറ്റ്സും വിത്ത് സം ബട്ടർ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ ഈസി ആയിട്ട് ഫാറ്റ് ലോസും മസിൽ ഗെയിനും ഫാസ്റ്റർ ആക്കാൻ പറ്റുന്നത്. അതിനെ ആക്ച്വലി നമ്മൾ അതറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ബോഡി ഏതൊക്കെ രീതിയിലാണ് കാലറീസ് ബേൺ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെ ബോഡി കാലറി ബേൺ ചെയ്യുന്നത് 4 പ്രോസസ്സിലൂടെയാണ്. ഒന്ന് BMR എന്ന് വെച്ചാൽ ബോഡി മെറ്റബോളിക് റേറ്റ്. ബോഡി മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗൻസും ഫങ്ഷൻ ചെയ്യാൻ ബോഡിക്ക് ഒരു കാലറി യൂസ് ചെയ്യാനുണ്ട്. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ ബോഡിക്ക് കാലറി വേണം, നമ്മളെ കിഡ്നി വർക്ക് ചെയ്യാൻ ബോഡിക്ക് കാലറി വേണം. അതിനാണ് BMR. പിന്നെ ഈറ്റ്, എക്സസൈസ്, ആക്ടിവിറ്റി, തെർമോജനസിസ്. പിന്നെ നീറ്റ്, നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ്. പിന്നെയുള്ളതാണ് TEF, തെർമോജനിക് എഫക്ട് ഓൺ ഫുഡ്. ഫുഡ് കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ഒരു കലറി യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രോട്ടീനാണ് ബോഡി 30% കാലറി യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, 100 കാലറി പ്രോട്ടീൻ കഴിച്ചാൽ 30 കാലറി പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ തന്നെ ബോഡി യൂസ് ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് പ്രോട്ടീന് വേണ്ടി തന്നെ പ്രോട്ടീൻ്റെ കാലറി 30% പ്രോട്ടീന് വേണ്ടി തന്നെ യൂസ് ആവുകയാണ്. അതേപോലെ ഫാറ്റിന് 5 to 7% കാലറി യൂസ് ആവും. കാർബോഹൈഡ്രേറ്റിന് 5 to 10% യൂസ്. ഇതുകൊണ്ടാണ് പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മൾ കാലറി ഡെഫിസിറ്റിൽ പോകാൻ ചാൻസസ് ഭയങ്കര കൂടുതലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോട്ടീൻ ഇൻടേക്ക് കഴിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് റിക്കവറി, അതിൻ്റെ വേറെ ബെനിഫിറ്റ്സും നമുക്ക് കൂടെ കിട്ടുകയും ചെയ്യും.